അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. പ്രിയമുള്ളവരെ, നിങ്ങൾ ഇപ്പോൾ കണ്ടത് ബാംഗ്ലൂരിൽ ഉള്ള ഒരു പള്ളിയാണ്. ബാംഗ്ലൂരിൽ തബ്ലീഗ് പള്ളികളാണ് 400-ൽ-അധികമാണ് പള്ളിയുള്ളത്, തബ്ലീഗ് പള്ളി. അപ്പോൾ ഇവിടെ നമസ്കരിക്കാൻ ആരാണ് വരുന്നത്? നിങ്ങൾ കണ്ടല്ലോ, അവിടെ നമസ്കരിക്കാൻ വന്ന ആൾ പെരുന്നാളിൻ്റെ ദിവസം ജുമാക്കും അതുപോലെയാണ് പള്ളിയിൽ നിറഞ്ഞ് പുറത്ത് റോഡിൽ നമസ്കരിക്കുന്ന അവസ്ഥയാണ്. ഇത്ര പള്ളി ഉണ്ടെങ്കിലും അത് കണക്കിൽ പെട്ടത് 400 പെടാത്തത് ഒരുപാട് ഉൾപ്രദേശങ്ങളിലുണ്ടാകാം. അപ്പോൾ ഇവിടെ നമസ്കരിക്കാൻ ആരാണ് പോകുന്നത്? അവിടുത്തെ തബ്ലീഗുകൾ മാത്രമല്ല, നമ്മുടെ നാട്ടിൽപ്പെട്ട മലയാളികളാണ് അവിടെ പോകുന്നത്. കേരളത്തിലും മംഗലാപുരത്തുമുള്ള മലയാളികൾ ബാംഗ്ലൂരിൽ എത്ര ഉണ്ടെന്ന് അത് എല്ലാ ഭാഗത്തും സ്റ്റുഡൻറ്റുകളായും കച്ചവടത്തിനും എല്ലാത്തിനും വന്ന് അവിടെ ജോലിക്കായും എല്ലാ കാര്യങ്ങളും ബാംഗ്ലൂരിലാണ് നടക്കുന്നത്. അപ്പോൾ അവിടെ നമസ്കരിക്കാൻ പോകണമെങ്കിൽ നമുക്ക് സുന്നി പള്ളി, സമസ്ത ഉണ്ടാക്കിയ പള്ളി അന്വേഷിച്ച് പോകാൻ പറ്റില്ല, അതിൻ്റെ സമയമില്ല. സമസ്ത ഉണ്ടാക്കിയ പള്ളി അത് എത്രയാണെന്ന് കണക്കുമില്ല. എവിടെയെങ്കിലും ഒരു 25 കിലോമീറ്ററിൻ്റെ ഗ്യാപ്പിൽ ഒരു പള്ളി ഉണ്ടെന്ന് പറയാം. അപ്പോൾ ഈ തബ്ലീഗ് പള്ളിയിലേക്കാണ് നമ്മളെല്ലാം പോകേണ്ടത്. പിന്നെ അവിടുത്തെ സുന്നി പള്ളി ഏതെന്ന് ആർക്കും മനസ്സിലാകുന്നില്ല. അവിടുത്തെ സുന്നി പള്ളികളിലും ഈ തബ്ലീഗ്കാർ വന്ന് അവരുടെ ചുറ്റുവട്ടത്തിൽ അവിടെ പള്ളിൻ്റെ അകത്ത് ഇരിക്കണമെന്ന് പെർമിഷൻ ചോദിച്ചാൽ അവരും പെർമിഷൻ കൊടുക്കും. ആരെങ്കിലും നന്നാകുന്ന ആകട്ടെ എന്ന് പറഞ്ഞ് അവരും അവരെ നിരാകരിക്കുകയില്ല. അതാണ് ഇവിടുത്തെ ശൈലി. അപ്പോൾ അവിടെ ആ തബ്ലീഗുകൾ പണ്ടത്തെ കാലത്ത് അവർ എന്തോ പറഞ്ഞെന്നോ എന്തോ ഉണ്ടാക്കിയെന്നോ അവർ ശരിയില്ല എന്ന്, ഇവർ ശരിയില്ല എന്ന്, പിന്നെ തബ്ലീഗുകാർ ശരിയില്ല എന്ന് നമ്മുടെ സമസ്തക്കാർ, അതുപോലെ മുജാഹിദുകൾ പറയുന്നു തബ്ലീഗുകാർ ശരിയില്ല എന്ന്, സമസ്തക്കാരും പറയുന്നത് തബ്ലീഗുകാർ ശരിയില്ല എന്ന്, ഈ സമസ്തക്കാർ പറയുന്നത് നമ്മുടെ വഹാബികൾ ശരിയില്ല എന്ന്. അവർക്ക് ഇവർ ശരിയില്ല, ഇവർക്ക് അവർ ശരിയില്ല, അവർക്ക് ഇവർ ശരിയില്ല, ഇവർക്ക് അവർ ശരിയില്ല. ഇതൊരു മത്സരം പോലെയാണ്. ത്രികോണ സ്പർദ്ധ എന്ന് പറയുന്നില്ലേ, 3 പാർട്ടികൾ. അതുപോലെ ഇവിടെ ആണെങ്കിൽ കർണാടകത്തിൽ ജനതാദൾ, അതുപോലെ അങ്ങോട്ട് BJP, പിന്നെ കോൺഗ്രസ്, അതുപോലെ കേരളത്തിലും ഒരുപാട് പാർട്ടികൾ മത്സരിച്ച പോലെ. അവർക്ക് ഇവർക്ക് ശരിയില്ല, ഇവർക്ക് അവർ ശരിയില്ല. പിന്നെ ശരി ആരാണ് ശരി? അതിൻ്റെ ഒരു ബഹുമാനപ്പെട്ട പേരോട് ഉസ്താദ് പറയുന്നത് ശരി ഒരു ക്ലിപ്പാണ്. അത് കേട്ടതിന് ശേഷം നമുക്ക് അല്പം സംസാരിക്കാം ഇൻഷാ അല്ലാഹ്. ഇത് അബുൽ ഹസൻ നദ്വിയാണ് എഴുതുന്നത്. ശരിയായ പുത്തനാശയമായ വഹാബിയത്താണ് തബ്ലീഗ് ജമാഅത്ത്. അത് വേറെ ഒരു കുതന്ത്രമാണ്. താടി നീട്ടി ആളുകളെ പറ്റിച്ച് സുന്നത്ത് ജമാഅത്തിൽ ആളുകളെ അകറ്റാനുള്ള കുതന്ത്രമാണ്. അതിൽ മുസ്ലിമീങ്ങൾ പെട്ടുപോകരുത്. ചില കുതന്ത്രങ്ങളിൽ ചിലർ പെട്ടുപോകും. അതുകൊണ്ട് നന്നായി ഓർക്കണം. ബഹുമാനമുള്ളവരെ, അദ്ദേഹം പറഞ്ഞത് അതിന് വിശദീകരിക്കേണ്ട ആവശ്യമില്ല. മൊത്തത്തിൽ ഇവിടെ തബ്ലീഗുകാരും വഹാബികളും രണ്ടും ശരിയില്ലാത്തതെന്ന് അദ്ദേഹം വരുത്തി തീർത്തു. അപ്പോൾ അവിടെ നമസ്കരിക്കുന്ന നമ്മുടെ മുസ്ലിമീങ്ങൾ, നമ്മൾ ശരിയാണെന്ന് പറയുന്നവരെ തുടർന്നവർ, നമ്മൾ ശരിയാണെന്ന് പറഞ്ഞുകൊണ്ട് നടക്കുന്നവരുടെ ബാക്കിൽ നിൽക്കുന്നവർ ഇവിടെ ബാംഗ്ലൂരിൽ വന്ന് നമസ്കരിക്കുന്നല്ലോ. ബാംഗ്ലൂർ മാത്രമല്ല, ഞാൻ ഉദാഹരണം പറഞ്ഞതാണ്. ബാംഗ്ലൂർ പള്ളിനെ കാണിച്ചത് കൊണ്ട്, ഇവിടുത്തെ പെരുന്നാൾ നമസ്കാരത്തിനെ കണ്ടതുകൊണ്ട്, അതും ജുമാ നമസ്കാരം കാണുന്നത് കൊണ്ട്, ഞാൻ ഇവിടെ തന്നെയാണുള്ളത്, അതുകൊണ്ടും നമുക്ക് പോകാൻ കിട്ടുന്നത് മുജാഹിദ് പള്ളിയാണ്. അതുകൊണ്ടും ഞാൻ പറയുന്നു. മൊത്തത്തിൽ ഞാൻ പറയുന്നത് ഇത് ഇവിടെ മാത്രമല്ല എല്ലായിടത്തും നടക്കുന്ന അവസ്ഥയാണ്. അപ്പോൾ ആരാണ് ശരി എന്ന് അന്വേഷിക്കേണ്ടി വരും. ഇതിന് ശരിൻ്റെ ആവശ്യമില്ലാത്തത് എവിടെ എന്ന് പറഞ്ഞാൽ നമുക്ക് പണം കിട്ടുമ്പോഴാണ്.
നമുക്ക് പണം കിട്ടുവാനോ നമ്മുടെ ഉസ്താദിനെ പേരോട് ഉസ്താദിനെ ഉദാഹരണ പേരോട് ഉസ്താദിനെ പറയാം, നമുക്കതിന് തല പോകാനൊന്നുമില്ല. പോയെങ്കിൽ പോകട്ടെ, ഇങ്ങനെ ഏതെങ്കിലും ഒരു ദിവസം മരിക്കണം, അപ്പോൾ നല്ല നിയത്തോട് കൂടെ പേരോട് ഉസ്താദിൻ്റെ പേര് പറഞ്ഞ് മരിക്കാൻ കഴിയും. അതുകൊണ്ട് അവർ അതാണല്ലോ ചെയ്യുന്നത്. CM പേര് പറഞ്ഞ് മരിക്കുന്നു, AP ഉസ്താദിൻ്റെ പേര് പറഞ്ഞ് മരിക്കുന്നു, അതാണ് നല്ലത്. EK ഉസ്താദിൻ്റെ പേര് പറഞ്ഞ് നമസ്കരിക്കുന്നു. ഇങ്ങനെ നമസ്കാരത്തിൽ തെറ്റിയാൽ EK ഉസ്താദിനെ ഓർത്തുകൊണ്ട് നമസ്കരിക്കണം, ഫാത്തിഹ ഓതണം. ഇതെല്ലാം പറഞ്ഞ് നടക്കുന്നവരല്ലേ ഈ സമസ്തക്കാർ എന്ന് പറഞ്ഞാൽ. ഞാനും സമസ്തക്കാരനാണ്. ഇതെല്ലാം കേട്ട് ഇപ്പോൾ സമസ്തക്കാരൻ എന്ന് പറയാനും വളരെ ബുദ്ധിമുട്ടുണ്ട്. ഇതുപോലെയുള്ള എന്നെ പോലെയുള്ള സമസ്തയിൽ കുടുങ്ങിയിരുന്ന, ഇപ്പോൾ സമസ്തയിൽ നിന്ന് മാറി നിൽക്കാൻ ശ്രമിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. കാരണം ഇവരുടെ പച്ച കള്ളമാണ്, വേറൊന്നുമല്ല. ഒരുപാട് വീഡിയോകൾ നമ്മൾ ചെയ്തതെല്ലാം അതുപോലെയുള്ളതാണ്. ഏതും തെളിവില്ലാത്ത വീഡിയോകളില്ല, അവരുടെ ക്ലിപ്പുകളില്ലാത്ത വീഡിയോകളില്ല, വെറുതെ അവരെ കുറ്റപ്പെടുത്തിയ വീഡിയോകളില്ല. അതുകൊണ്ടാണ് പറയുന്നത്, ഇവിടെ പേരോട് ഉസ്താദ് പറഞ്ഞതിന് വേണ്ടിയാണ് ഞാൻ അത് ഇവിടെ എല്ലാം കുറച്ച് അന്വേഷിച്ച് അതിൻ്റെ കണക്കെടുത്ത് എത്ര പള്ളികളാണുള്ളത് എന്നെല്ലാം അതിനെ ഞാൻ ക്രോഡീകരിച്ചാണ് നിങ്ങൾക്ക് പറയുന്നത്. ഇത്രയും പള്ളിയുള്ള നമ്മുടെ മുസ്ലിമീങ്ങളുടെ ഒരൊറ്റ പൈസ പോലും ഇവർ അതിനെ വാങ്ങാൻ പാടുണ്ടോ എന്ന്. ഇവിടുന്ന് കൊണ്ടുവന്ന് ഇവിടെ കച്ചവടം ചെയ്ത് ഇവിടെ ജോലി ചെയ്ത് കൊണ്ടുവന്ന് പൈസ കൊടുക്കുന്നത് അവിടെ സമസ്തയുടെ പള്ളികൾക്കും സ്ഥാപനങ്ങൾക്കുമാണ്, ഇതേ ഉസ്താദുമാർക്കാണ്. അവർക്കും അതിൻ്റെ പ്രതിഫലം പറ്റുന്നു. അപ്പോൾ അവർ ശരിയില്ല ഒന്നുമില്ല. ആരെങ്കിലും കണ്ടാൽ അവർ പറയും അവൻ അല്പം മാറിയിട്ടുണ്ട് എന്ന്, അവൻ അല്പം ടർണിങ് ആയിട്ടുണ്ട് നമ്മളെ ഭാഗത്തേക്ക് എന്ന്. എപ്പോൾ ഈ പണത്തിൻ്റെ ഈ പരിമളം ഇത് ആസ്വദിക്കുമ്പോഴാണ്, ഈ പണത്തിൻ്റെ പരിമളം സ്ഥാപനക്കാകട്ടെ അവരുടെ പോക്കറ്റിലാകട്ടെ എങ്ങനെ കൊടുത്താലും അപ്പോൾ ഇവൻ അല്പം മാറിയിട്ടുണ്ട്. നിങ്ങൾ അത് ശ്രദ്ധയോടെ അതിനെ ശ്രദ്ധിക്കാൻ വേണ്ടിയാണ് പിന്നെ ആവർത്തിച്ച് പറയുന്നത്. അപ്പോൾ ഇവന് അല്പം മാറിയിട്ടുണ്ട്, അല്പം ഇങ്ങോട്ട് ടർണായിട്ടുണ്ട്. ഏതുവരെ? ആ പണം നമ്മുടെ പോക്കറ്റിലേക്ക് വീഴുന്നത് വരെ, അവിടെ റിസിപ്റ്റാക്കി ചെയ്ത് കൊടുക്കുന്നത് വരെ, അത്രമാത്രമാണ് അവൻ മാറിയിട്ടുണ്ട് എന്ന് പറയുന്നത്. പിന്നെ കുറച്ച് ദിവസം കഴിയുമ്പോൾ അവൻ ശരിയില്ല എന്ന് പറഞ്ഞ് നടക്കാനും ഇവർ തയ്യാറല്ല. പിന്നെ ആരാണ് ശരി എന്ന് നമ്മൾ ഇവരോട് ചോദിക്കണം. നമ്മുടെ കൂടെ തന്നെ ഉണ്ടായിരുന്ന ഒരു തങ്ങളാണ് കൂറത്തങ്ങൾ. അകത്തുപോയി അവർ നമസ്കരിക്കും. ഇത് പുത്തൂർ ഭാഗത്താണ്. അകത്തുപോയി നമസ്കരിക്കും, അല്ലാഹു തആലക്ക് വേണ്ടി എന്ന് നമസ്കരിക്കും. വാങ്ങുമിക്കാമത്തും എല്ലാം കൊടുത്ത് നമസ്കരിച്ച് പെട്ടെന്ന് റബ്ബന ആതിന ഫിദ്ദുനിയ എന്ന് പറഞ്ഞ് പുറത്തു വന്ന് അദ്ദേഹത്തിൻ്റെ മക്ബറിൻ്റെ അടുത്ത് അവിടത്തേക്കാണ് എല്ലാം അല്ലാഹു തആല, അവിടത്തേക്കാണ്, അതൊരു ഓഫീസ് പോലെയാണ്, അവിടത്തേക്കാണ് എല്ലാം അല്ലാഹു തആല കൊടുക്കുന്നത്. അവിടെ നിന്നാണ് നമുക്ക് കിട്ടേണ്ടത്. അത് ഒരു മീഡിയേറ്റർ പോലെയാണ്, ഒരു ഏജൻറ്റ് പോലെയാണ്. അവിടെ നിന്നാണ് നമുക്ക് കിട്ടുന്നതെന്ന് പറഞ്ഞ് ഞങ്ങളെ രക്ഷിക്കണേ, നിങ്ങളെ ഹയാത്ത് കാലത്ത് നമ്മളെ രക്ഷിച്ചിട്ടുണ്ട്, മരണപ്പെട്ടതിന് ശേഷം നിങ്ങൾ രക്ഷിക്കണമെന്ന് ചോദിക്കുന്ന ഇവരാണോ ശരി എന്ന് ആവർത്തിച്ച് കേൾക്കേണ്ടതാണ്. അത് കൂറ തങ്ങളുടെ ഒരു മഖ്ബറയും നിങ്ങൾ കണ്ടോളൂ. ഒരുപാട് കാലമൊന്നും ആയിട്ടില്ല, 1 വർഷമോ എന്തോ അത്രേ ആയിട്ടുള്ളൂ. അത്രയ്ക്ക് നല്ല പുരോഗമനത്തിലാണ്. ഇത് ഒരുപാട് ആൾക്കാർക്ക്, പാവപ്പെട്ട കുടുംബക്കാർക്ക് വീടില്ല. അദ്ദേഹത്തിൻ്റെ വീട് നോക്കിക്കോളൂ. ബഹുമാനമുള്ളവർ, ഇതാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. ഇതാണ് നമ്മൾ അവൻ ശരിയില്ല ഇവൻ ശരിയില്ല എന്ന് പറയുന്ന പണത്തിന് എല്ലാം ശരി. പണം വെറും പാവമാണ്. ആ പണം അവൻ്റെ പോക്കറ്റിലേക്ക് പോകുന്നത് വരെ അത് പാവമാണ്. അത് ഒന്നും പറയാൻ അതിന് അറിയില്ല. ഈ കുറ്റം പറയുന്നവരും ആ പണം തരുന്നവൻ പാവമാണ്, അവൻ അല്പം മാറിയിട്ടുണ്ട് എന്ന് പറയാൻ ഇവർ ബാക്കോട്ട് നോക്കുന്നില്ല. ഇവർ അതിൽ മുമ്പിലാണ്. അതെങ്ങനെ പറയാൻ? അത്രേ ഉള്ളൂ. ഇതിനെ നല്ലപോലെ ചിന്തിച്ച് പ്രവർത്തിക്കണം. ചിന്തിച്ച് നിങ്ങൾ ചെയ്യണം. പറഞ്ഞാൽ ചിന്തിക്കുന്നവർക്ക് മാത്രമാണ് നമ്മുടെ വീഡിയോയും നമ്മുടെ എല്ലാവും, പിന്നെ നമ്മുടെ ജീവിതവും അതുപോലെയാണ്. ചിന്തിച്ചാലേ ജീവിതം. ആരോ എന്തോ ചെയ്യുന്നു, അവൻ പോയി അവൻ വരുന്നു, അവൻ അത് ചെയ്തു ഇത് ചെയ്തു, അങ്ങനെ അവൻ നോക്കി ചെയ്യേണ്ടതല്ല. നമുക്ക് വേണമെങ്കിൽ നമുക്ക് എത്ര കഴിയുന്നു അത്രയും അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മൾ ചെയ്തുകൊണ്ടേ പോകണം. അള്ളാഹുവിൻ്റെ ഖദറിലുള്ളത് അവൻ തരുന്നത് നമുക്ക് തന്നേ തീരൂ.
പിന്നെ അവിടെ കൂറത്ത തങ്ങളാകട്ടെ, ആരും അവിടെ മീഡിയേറ്ററായി നമുക്ക് വരേണ്ട ആവശ്യമില്ല. ദുനിയാവിൻ്റെയും ആഖിറത്തെ കാര്യത്തിലും അത്ര തന്നെയാണ്. അവിടെ മഹ്ശറിൽ നമുക്ക് ആരുമില്ല, നമ്മൾ ചെയ്ത നന്മ മാത്രമാണ് ഉണ്ടാകുന്നത്. അതുകൊണ്ട് നമസ്കരിക്കുന്നത് ഏത് പള്ളിയാണെങ്കിലും പോയി നമസ്കരിച്ചോളൂ, ഇല്ലെങ്കിൽ നമസ്കാരമേ ഉണ്ടാവുകയില്ല, നിസ്കരിക്കാനേ തോന്നുകയില്ല. ഈ പേരോട് ഉസ്താദ് പറഞ്ഞത് കേട്ടാൽ അവർ ശരിയില്ല എന്ന് പറഞ്ഞ് അതിന് അദ്ദേഹം പറഞ്ഞത് നിങ്ങൾ തന്നെ വ്യാഖ്യാനിച്ചാൽ മതി. അദ്ദേഹം പറഞ്ഞതിൻ്റെ അതിൻ്റെ ഒരു മഹത്വം, അതിൻ്റെ ഒരു ഗൗരവം എത്രമുണ്ടെന്ന് നിങ്ങൾ തന്നെ മനസ്സിലാക്കിയാൽ മതി. അപ്പോഴാണ് നമുക്ക് നമസ്കരിക്കണ്ട എന്ന് തോന്നുന്നവരുണ്ടാകും. ഏതുപോലെ പേരോട് ഉസ്താദിനെ വിശ്വസിച്ചാൽ, പേരോട് ഉസ്താദിനെ വിശ്വസിക്കല്ലേ, എല്ലാവരും പടച്ച, ലോകം തന്നെ പടച്ച അള്ളാഹുവിനെ മാത്രം വിശ്വസിച്ച് നിങ്ങൾ ഏത് പള്ളി, അവിടെ അള്ളാഹു അക്ബർ എന്ന് വിളിക്കുന്ന ഏത് പള്ളിയുണ്ടോ അവിടെ എല്ലാം പോയിക്കോളും. ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.